നിരവധി സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നുപോകുന്നത്. അത്തരത്തിൽ ഹൃദയം നുറുങ്ങുന്ന ഒരു മരണവാർത്തയാണ് ഇന്ന് വയനാട്ടിൽ നിന്നും പുറത്തു വന്നത്. ഒട്ടും നനച്ചിരിക്കാതെ പൊടുന്നനെ മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടി. 19 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ പ്രായം. ബാപ്പയുടെയും ഉമ്മയുടെയും പുന്നാരമോൾ. എത്രത്തോളം ഓമനിച്ചാവും ആ മാതാപിതാക്കൾ ഈ പൊന്നുമോളെ വളർത്തിയിട്ടുണ്ടാവുക. അതിരാവിലെ പാൽ വാങ്ങാനായി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അവൾ ഇനി വീട്ടിലേക്ക് എത്താൻ പോകുന്നത് ചേതനയറ്റ ശരീരമായാണ്. എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് ഈ നഷ്ടം താങ്ങാനാവുക? വിധിയുടെ ക്രൂരത എന്നല്ലാതെ ഇതിനെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല. വയനാട് കമ്പളക്കാട് പുത്തൻതൊടുകയിൽ ഹാഷിമിന്റെയും ആയിഷയുടെയും മകളാണ് ദിൽഷാന. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. വീട്ടിൽ നിന്നും പാൽ വാങ്ങാനായി പോയതായിരുന്നു ദിൽഷാന. തുടർന്ന് വീടിന് സമീപത്ത് തന്നെയുള്ള റോഡരികിൽ പാൽ എത്തുന്നതിനായി കാത്തു നിൽക്കുകയുമായിരുന്നു. റോഡരികിൽ കാത്തുനിൽക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടെത്തിയ ഒരു ജീപ്പ് പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ദിൽഷാനയെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ദിൽഷാന. എയർപോർട്ടിൽ നിന്നും മാനന്തവാടിയിലേക്ക് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രാഥമികമായ നിഗമനം. റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന പൈപ്പുകൾ കാരണം പെൺകുട്ടിക്ക് റോഡിന്റെ വശത്തേക്ക് പെട്ടെന്ന് മാറാൻ സാധിക്കാത്തതും അപകടത്തിന് കാരണമായി. 1 വർഷത്തിലേറെയായി ഈ പൈപ്പുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ട് എന്നും അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമായതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുമുണ്ട്. മൃതദേഹം ഇപ്പോൾ കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിലാണുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മുഹമ്മദ് ഷിഫിൻ, മുഹമ്മദ് അഹഷ് എന്നിവർ സഹോദരങ്ങളാണ്. മഴക്കാലമായതോടെ വാഹനാപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. വാഹനം ഓടിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ചെറിയ ഒരു പാളിച്ച പോലും വലിയ ദുരന്തങ്ങളിൽ കലാശിച്ചേക്കാം. തുറന്നുകിടക്കുന്ന ഓടകളും വെള്ളം നിറഞ്ഞ കുഴികളും ഒടിഞ്ഞു വീഴാറായ മരച്ചില്ലകളും പൊട്ടിയ ഇലക്ട്രിക് ലൈനുകളും അടക്കം പലതരം അപകടങ്ങൾ പതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗത കുറച്ച് വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. എന്തായാലും ഈ 19-കാരിയുടെ ആകസ്മിക വിയോഗം താങ്ങാനുള്ള ശക്തി അവരുടെ മാതാപിതാക്കൾക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.